എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം പരാജയത്തിൽ പോവുക. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ആകെ കുഴഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരു ദൂത് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് 42-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ. ചതഞ്ഞതിനെ ഇനി കൊള്ളത്തില്ല, ഒടിച്ചേക്കാമെന്നാണ് മറ്റുള്ള മനുഷ്യൻ പറയുന്നത്. പുകയാണ്, അതിനെ തിരിഞ്ഞു നോക്കണ്ട, ഇനി അതിലേക്ക് ശ്രദ്ധിക്കേണ്ടെന്ന് മനുഷ്യൻ പറയുമ്പോൾ കർത്താവ് പറയുന്നു, ചതഞ്ഞതിനെ ഞാൻ ഒടിച്ച് കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് വലിയ കരുണയുള്ളവനാണ്. കർത്താവ് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ബലഹീനരാകുമ്പോൾ നിങ്ങളെ മനുഷ്യർക്ക് വേണ്ട. പ്രാപ്തിയും പണവും ഇല്ലാതെ വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല. എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലുമൊക്കെ ഗവനിക്കുകയുള്ളൂ. ഒരു സാധ്യതയില്ലാത്തവനെ ആർക്കും വേണ്ട, പക്ഷേ കർത്താവിന് വേണം. യിരെമ്യാവിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. യിരെമ്യാപ്രവചനം 18-ാമത്തെ അധ്യായത്തിൽ അവനവിടെ ചെന്നപ്പോൾ കുശവൻ തൻ്റെ ചക്രത്തിൽ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി. ഉടനെ അതെടുത്ത് എറിഞ്ഞു കളയാതെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമായിട്ട് കുശവൻ അതിനെ മെനഞ്ഞു. കർത്താവ് പറഞ്ഞ കാര്യം എന്നറിയാമോ? ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് കുശവന് കളിമണ്ണിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ലേ? ഞാനതിനെ പുതിയ പാത്രമാക്കും. കർത്താവ് ഇന്ന് നിങ്ങളോട് ഉറപ്പായി പറയുക, നിങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് 1000 പേര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ഒറ്റ മനുഷ്യനായി നിന്ന് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇല്ല, ദൈവം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു പറയണം. ദൈവം പറയുന്നു നിങ്ങൾ ജയിക്കും. ദൈവം പറയുന്നു നിങ്ങളുടെ ജീവിതം പരാജയമല്ല. ആമേൻ. നിങ്ങളുടെ ജീവിതം വിജയിക്കും. ഓരോ സാഹചര്യം, ഇപ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കും, ഒന്നും ശരിയാകുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ജയിക്കുന്നില്ല, വഴി തുറക്കുന്നില്ല, വിവാഹം നടക്കുന്നില്ല. ചിലപ്പോൾ ജോലി സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിഷയമായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും അറ്റംപ്റ്റ് ചെയ്തിട്ടും പാസ്സായിട്ട് പോലും ജോലി കിട്ടുന്നില്ല. എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കൈ നിൽക്കുന്നില്ല, എല്ലാം പാറിപ്പോവുകയാണ്. ഓട്ടസഞ്ചിയിലേക്ക് കൂലി വാങ്ങിയിടുന്ന പോലെ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലേക്ക് കൂലി വാങ്ങിയിടുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി പേര് വളരെ പ്രയാസത്തിലൂടെ പോവുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഞാൻ പരാജയപ്പെടാൻ വേണ്ടി കുറേ പേരെ ദൈവത്തിന് വേണ്ടേ, അതിനുവേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചതായിരിക്കും എന്ന് ചിന്ത പറയാം. ഇല്ല, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വിലയേറിയതാണ്. നിങ്ങൾ പരാജയപ്പെടുകയല്ല, നിങ്ങളെ ദൈവം ജയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവരാണെന്ന് ദൈവം കാണുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഇരിക്കാൻ കിട്ടുകയില്ല, പക്ഷെ നിങ്ങൾ ദൈവത്തിന് പ്രിയരാണ്. ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. ആരോഗ്യമുള്ളവരെ എല്ലാവർക്കും വേണം, പക്ഷേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആശ്വസിപ്പിക്കാനായിട്ട് വിളിക്കുക കർത്താവ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കും. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അതിൻ്റെ 13-ാം വാക്യത്തിൽ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. നിങ്ങളോട് ദൈവത്തിന് വളരെ ദയയുള്ളത്. നിങ്ങളുടെ കഴിവില്ലായ്മയിലും നിങ്ങളുടെ ശൂന്യതയിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ദൈവത്തിന് ദേഷ്യമല്ല വരുന്ന ഞാൻ പറഞ്ഞു. ദൈവത്തിന് നിങ്ങളോട് വലിയ കരുണയും അനുകമ്പയുണ്ട്. പുരുഷാരം ചിന്നിയവരും ചിതറിയവരുമായി കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവ് മനസ്സലിഞ്ഞു. നിങ്ങളോട് കർത്താവ് മനസ്സലിയുകയാണ്. കർത്താവ് ഉറപ്പ് പറയുകയാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യം, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഓടിച്ചു കളഞ്ഞതിനെ അവൻ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. അവന് ഒടിഞ്ഞു പോയതിന് മുറിവ് കെട്ടും. കാണാതെ പോയതിനെ അന്വേഷിച്ചു വരുന്നൊരു ദൈവമാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണ് അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നത്, കർത്താവ് അതിനൊരു പരിഹാരം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സദ്വർത്തമാനമുണ്ട്. കർത്താവിന് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റുകയില്ല, ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. ദാഹിച്ചിരിക്കുന്നവന് ഞാൻ തണുപ്പിക്കുന്നു, വിശന്നിരിക്കുന്നവന് ക്ഷീണിച്ചിരിക്കുന്നവനേവനും ഞാൻ തൃപ്തി വരുത്തുന്നതാണ് യിരെമ്യാപ്രവചനം 31-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു. ഞാനാണ് സഹായിക്കുന്നത്, ഞാൻ താങ്ങാം, ഞാൻ ബലപ്പെടുത്താം.
ഒരു ഇടയനെ പോലെ, യെശയ്യാവ് 40:11 എഴുതിയിരിക്കുന്നു, ഒരു ഇടയനെ പോലെ ആട്ടിൻകൂട്ടത്തെ ഞാൻ മേയിക്കും, കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിൽ ചേർക്കും, തള്ളയാടുകളെ അവൻ പതുക്കെ നടത്തും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. നിങ്ങൾ ബലഹീനരാകുമ്പോൾ താങ്ങാനൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും തള്ളി എന്ന് പറഞ്ഞാലും ദൈവം തള്ളുന്നില്ല, ദൈവം ഉപേക്ഷിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3-ാം വാക്യം, തളർന്ന കൈകളെ ബലപ്പെടുത്തും, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നവനാണ് ദൈവം. കുഴഞ്ഞു പോയോ? ജീവിതം ഒത്തിരി തളർന്ന, ഒരുപാട് ഓടിയതല്ലേ, ജനിച്ചപ്പോൾ തൊട്ടേ ഈ കഷ്ടതയും വേദനയൊക്കെ തന്നെയാണ്, എത്ര ശ്രമിച്ചിട്ട് ഇതൊന്നും മാറുന്നതല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ എന്ന് പറഞ്ഞ് വിധിയാക്കണ്ട. കുഴഞ്ഞ മുഴങ്കാലുകളെ അവൻ ഉറപ്പിക്കും, തളർന്ന കൈകളെ അവൻ ശക്തീകരിക്കും. ഹല്ലേലൂയ. 147-ാം സങ്കീർത്തനം 3-ാം വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. നിങ്ങൾ ഏത് വിഷയത്തിലാണ് തകർന്നത്? ആ തകർന്ന വിഷയത്തെ കർത്താവ് നിങ്ങളുടെ മുറിവുകളെ ഇന്ന് കെട്ടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ ദൂതൊക്കെ പറയുന്നത്. നിങ്ങളെ ദൈവം ശക്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെ കർത്താവ് അറിയുന്നു, തള്ളിക്കളയുന്നില്ല. തോമാസ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിലെ ആണിപ്പഴുതിൽ കൈയിട്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല, വിരലിട്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. കർത്താവിനെ തള്ളിയില്ല, അവനെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അവനോട് പറഞ്ഞു, നിൻ്റെ കൈ നീട്ടി ഈ വിലാപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ആണിപ്പഴുതുള്ള സ്ഥലത്തേക്ക് കൈയിട്. എന്നിട്ട് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. നമ്മുടെ വിശ്വാസക്കുറവിനെയും ദൈവം തള്ളുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വിശ്വാസം നമ്മെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് 22:31 ശിമോനോട് പറയുന്നുണ്ട്, ശിമോനെ, നിന്റെ ബലഹീനതയും നിന്റെ കപ്പാസിറ്റി എനിക്കറിയാം, അതുകൊണ്ടാണ് സാത്താൻ നിങ്ങളെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കണം ഞാൻ അനുവദിച്ചില്ല. ആമേൻ. നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ബലഹീനത, നമ്മുടെ സാഹചര്യം കർത്താവിനറിയാം. നമ്മളെ കർത്താവ് തള്ളുകയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഈ വെള്ളിയാഴ്ച 4 മണി മുതൽ 5 മണി വരെ, ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 4 മുതൽ 5 വരെ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ, സൂമിലൂടെ. അതിൻ്റെ ലിങ്ക് ആവശ്യപ്പെടുന്നവർക്ക് ആ ലിങ്ക് അയച്ചു തരാം. അല്ലാതെ ഞാൻ സാധാരണ അയച്ചു തരുന്ന കുറച്ച് പേരുണ്ട്. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അതിനകത്ത് പറയാനുള്ള അവസരമുണ്ട്. ആ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അവസരം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ അത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാ പോരായ്മകളെയും ബലഹീനതകളെയും അറിയുന്നു, ഞങ്ങളെ തള്ളിക്കളയുന്നില്ല. ദൈവം ഞങ്ങളെ തള്ളിയെന്ന് പിശാച് പറയുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. മക്കളുടെ ബലഹീനതയെ താങ്ങി സഹായിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ, ധൈര്യത്തോടെ ജയത്തിലേക്ക് നടക്കുവാൻ സഹായിക്കണം. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചതഞ്ഞതിനെ, ഒടിഞ്ഞതിനെ ഉപേക്ഷിച്ച് കളയാതെ പുതുക്കി പണിയുന്ന ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്റെ പദ്ധതികൾക്കായി നിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം പതിവ് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.